ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് ശർമ്മേനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പരസ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരസ്യത്തിലൂടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് പഗ്. പക്ഷെ ലോകമെമ്പാടും ഈ ബ്രീഡിനെ വേഴ്സ്റ്റ് ബ്രീഡ് ടു ബി ഓൺഡ് എന്നാണ് പറയണത്. നല്ലൊരു ഫാമിലി അപ്പാർട്ട്മെന്റ് ഡോഗ് ആണ്, ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ കൂടിയാണ് ഈ ബ്രീഡ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനൊരു വേഴ്സ്റ്റ് ഡോഗ് ബ്രീഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ അത് പഗ്ഗിന്റെ പ്രശ്നം കൊണ്ടല്ല, ഇതിന് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഇന്നത്തെ രൂപത്തിലെത്തിച്ച മനുഷ്യരുടെ കുഴപ്പം കൊണ്ടാണ്. പ്യോർ ബ്രീഡ്സിനെ മാത്രം സുപ്പീരിയർ ആയി കണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇവരില് പല ഡീഫോമിറ്റീസും കുമിഞ്ഞുകൂടാൻ കാരണമായി. പ്രകൃതിയിൽ നിന്ന് നാച്ചുറൽ സെലക്ഷൻ വഴി നൂറ്റാണ്ടുകളായിട്ട് സെലക്ട് ചെയ്തു വന്ന ഗ്രേ വൂൾഫിനോട് 90% സിമിലാരിറ്റി ഉണ്ടെങ്കിലും പഗ് ഇന്നത്തെ രൂപത്തിലായി. പ്യോർ ബ്രീഡിങ് കാരണം പ്രശ്നത്തിലായവര് പഗ് മാത്രമല്ല, എക്സ്റ്റേണൽ അപ്പിയറൻസിന് വേണ്ടി മാത്രം ബ്രീഡ് ചെയ്യുന്നത് കൊണ്ട് പല പ്യോർ ബ്രീഡ്സിനും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പഗ്സിന്റെ കാര്യത്തിൽ ഇത് വളരെ എക്സ്ട്രീം ആണെന്ന് മാത്രം. ഇവരുടെ മൂക്ക് വളരെ അമർന്നു പോയപ്പോൾ ഇവർക്ക് ശ്വാസം എടുക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി. ബ്രാക്കിസെഫാലിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ സിൻഡ്രോം എന്നാണ് ഇതിന് പറയാറ്. ഈ എയർവേ സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസ് മറ്റ് ബ്രീഡുകളെക്കാട്ടും 54 തവണ പഗ്സിൽ കൂടുതലാണ്. കണ്ണിന്റെ വലുപ്പത്തിനനുസരിച്ച് ആഴമുള്ള കുഴികളിലെല്ലാം അവർ ഇരിക്കുന്നത് കൊണ്ട് കണ്ണിന് മുറിവേൽക്കാനുള്ള ചാൻസും പഗ്സിൽ കൂടുതലാണ്. കോർണിയൽ അൾസേഴ്സ് അല്ലെങ്കിൽ ഐബോൾ പ്രൊലാപ്സിനൊക്കെ മറ്റു ബ്രീഡുകളെക്കാട്ടും 13 തവണ സാധ്യത കൂടുതലാണ്. പലപ്പോഴും ക്യൂട്ടായി തോന്നുന്ന ചുളിവുകളേറെയുള്ള അവരുടെ സ്കിന്ന് മോയ്സ്ചർ, ബാക്ടീരിയ ഇതൊക്കെ ട്രാപ്പ് ചെയ്യാനും അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസസ് ഇവർക്കൊരു സ്ഥിരം കാര്യമാവാനും സാധ്യതയും കൂടുതലാണ്. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഇവരെ എക്സസൈസ് ഇൻടോളറന്റ് ആക്കുന്നുണ്ട്. ഒബീസിറ്റി, ഹാർട്ട് പ്രോബ്ലംസ്, ഡയബറ്റിസ് ഇതൊക്കെ ഈ ബ്രീഡിൽ കൂടുതലാണ്. ഇനി ചുരുണ്ടിരിക്കുന്നവരുടെ വാല ഈ ബ്രീഡിന്റെ ഒരു പ്രധാന ലക്ഷണമാണെങ്കിലും അതൊരു സ്കെലറ്റൽ ഡിഫോമിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പൈനൽ ഡിഫോമിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഈ കാരണങ്ങളൊക്കെ തന്നെ ഇവരുടെ ലൈഫ് സ്പാനിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പേട്ട പോലത്തെ സംഘടനകളൊക്കെ പഗ് പോലെയുള്ള ബ്രാക്കിസെഫാലിക് ബ്രീഡ്സിന് വാങ്ങുന്നതിന് പകരം അഡോപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ബ്രീഡിന്റെ പബ്ലിസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ്, ഹോർഡിങ്സ് എന്നതിൽ നിന്നൊക്കെ പഗ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവർ വാദിച്ചിരുന്നത്.